റീറ്റെയിൽ സീ ഫുഡ് മാത്തച്ചാൻ അതെടാ മീൻ മാത്തച്ഛൻ തന്നെ ഒന്ന് നീട്ടി പിടിച്ചോണേ 3000 മത്തി കയറ്റി ലോറി തെക്കോട്ട് വിട്ടോ നീ ചില്ലറ കച്ചവടക്കാർക്കും കൊടുത്തേക്ക് അവരും ജീവിക്കാൻ വേണ്ടി അല്ലയോ ഈ പണി ചെയ്യുന്നേ എന്നാടാ ഒന്ന് ഉറക്കെ പറയടാ 10 കോട്ട മത്തിയാണ് അവര് ചോദിക്കണത് എത്ര രൂപ ഉറപ്പിക്കണം കേൾക്കാൻ പറ്റണില്ല 4000 അതിലവര് 6000-ത്തിനാണ് ചോദിക്കണത് ഉറപ്പിക്കണം 6500 ഞാൻ ഫോണിൽ പറഞ്ഞ ഉറപ്പിക്കാൻ പോകുന്നു 4500 രൂപയുടെ മീൻ 6500 രൂപയ്ക്ക് ഉറപ്പിച്ചോട്ടെ മുതലാളി ഉറപ്പിച്ചോടാ നിന്റെ അമ്മായിയുടെ 2ാം കല്യാണം കാലത്തെ കൈനീട്ടം വെച്ച കച്ചവടം ഫോണിൽ കൂടെ കലക്കി കടുവർത്ത എന്നുള്ളടാ നീ പന്ന മീനെല്ലാം വണ്ടി കേട്ടെ മുതലാളി കേറ്റ് എവിടെയും കേറ്റും 91, 92, 93, 94, 95, 96, 97, 98, 99, 100. ബെറ്റ്ലി നീ തോറ്റില്ലടാ എടുക്ക് കാർബറൈസ് എന്നതാടാ നിന്റെ മുഖത്തൊരു പവർ കിട്ട് തിന്നോടാ കൊതിയ ആരേലോ ഫോൺ എടുക്ക് ഹലോ റോങ് നമ്പർ ലേശം മട്ടൺ അമ്മച്ചിക്ക് മാറി ഞാൻ വിളമ്പാം മൈസൂരേട്ടത് എവിടെ ആയിരുന്നു അന്യ കുടുംബത്ത് പോവേണ്ട പെണ്ണാ അടുക്കള കാണാതെ ജീവിച്ചാലേ അമ്മായിയമ്മയുടെ പോര് നീ തന്നെ സഹിക്കേണ്ടി വരും എനിക്ക് വേണ്ടി ആരും കല്യാണം ഒന്നും ആലോചിക്കണ്ട ഞാൻ വല്ല മടത്തേലും പോയി ചേർന്നോളാവേ അതോടെ മടം പൊളി ശരിയാ കുട്ടൻസേ ഇതെല്ലാം കൂടെ ഞാൻ തലേ കമത്തും നീ പൊടി കാന്താരി മോളെ മട്ടൻ വിളമ്പിക്കോ സീ ഫുഡിന്റെ മട്ടൻ കറി ക്യാൻസൽ എടി പെണ്ണ ഞാൻ ചുമ്മാ പറഞ്ഞില്ലയോ നീ മടത്തി ചേർന്ന കലക്കും ഇങ്ങോട്ട് വിളമ്പിക്കോ വേണ്ട സീ ഫുഡിന് ഈയിടെ ഇച്ചിരി പവർ കൂടുതലാ പാവം ഡോക്ടർ കൊടുക്കട്ടെ മേബിൾ ഇളമ അങ്ങ് അമേരിക്ക കിടക്കുന്നതിന്റെ വിരഹ ദുഃഖം മട്ടൻ അടിച്ചെങ്കിലും മാറട്ടെ ഡിഗ്രി കഴിയട്ടെ ഇവിടെ നമുക്ക് LLBക്ക് അയക്കണം അല്ല അത്യാവശ്യത്തിന് ഒരു കേസിലെ വക്കീൽ നമ്മുടെ തറവാട് തന്നെ ഉണ്ടല്ലോ ഇനി അതിന്റെ എണ്ണം കൂട്ടണോ ഇച്ചിരി വെള്ളം എടുത്തേ ഹലോ ഞാനാ ടോണി ഞാൻ വാച്ച് നോക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിന്ന് അറിയാവോ എന്നാ പറ്റി ഇന്ന് 5 മിനിറ്റ് ലേറ്റ് ആയല്ലോ ലൈൻ ഇപ്പഴാ കിട്ടിയത് സമയോ ഇവിടെ ഈവനിങ് 5:35 പിന്നെ എന്തൊക്കെയാ മോളെ വിശേഷങ്ങള് അത് ലണ്ടനിലെ വിശേഷങ്ങളൊക്കെ പറ കേക്കട്ടെ ഹലോ കേട്ടൂടാ എന്നതാ നിന്റെ ചെവിക്ക് എന്നാ പറ്റി ഹലോ ആരെ വേണ്ടത് മംഗലാപുരത്തിന്റെ ഗസ്റ്റ് പറഞ്ഞേ ഇച്ചായനായെന്ന് ഞാൻ തരാം നോക്കട്ടെ ഹലോ അടുത്ത് ഇച്ചായമാരെ നിപ്പുണ്ടല്ലേ എന്നതാ എങ്കിൽ ഇങ്ങോട്ടൊന്നും പറയണ്ട നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നതാ മംഗലാപുരം ഏതായാലും അഡ്വാൻസ് ആയിരിക്കട്ടെ മംഗലാപുരത്ത് നിന്ന് ആരാ ചായ ഒരു മഹേഷ് ഭായിയ കച്ചവടം ഉറപ്പിച്ചതിന് DD അയക്കാന്നാണല്ലോ പറഞ്ഞേ അവൻ എന്നെ അഡ്വാൻസ് ഇങ്ങനെ തന്നെ എങ്ങനെ അല്ല അവൻ ആളത്ര ശരിയല്ല ഉഷാകുമാരി പോയിക്കോളൂ സാർ എന്റെ പേര് വിളിച്ചില്ല എല്ലാവരെയും വിളിക്കും ഓരോന്ന് കഴിയട്ടെ കാശ് മേടിച്ചിട്ടുള്ള നിയമനമൊന്നും അല്ലല്ലോ ശരിക്കും ഇന്റർവ്യൂ ചെയ്തിട്ടേ ഇവിടെ എടുക്കത്തുള്ളൂ അകത്തിരിക്കുന്നതേ നല്ല അറിവും വിവരമുള്ളവരാ കൊച്ചിയിലെ മീൻചന്തയിൽ നിന്നും പ്രധാനമായും ലഭിക്കുന്ന മത്സ്യം ഏതാണ് ഞാനൊരു കുളു തരാം പച്ചക്കണ്ണ സ്രാവ് തെരണ്ടി തിലോപ്പിയ കണവ മീൻ കാര്യം മാത്രം ഇവിടെ മിണ്ടി പോരുത് എങ്കിൽ വേറെണ്ണം ചോദിക്കാം ഒരു ഐസ് ബ്ലോക്ക് തല്ലി പൊട്ടിച്ചാൽ എത്ര കൊട്ട മത്തി കേടുകൂടാതെ സൂക്ഷിക്കാം എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ചോദിക്കും സിന്ധു നദീതട സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് അറിയില്ല അറിയില്ല കുട്ടി പോയിക്കോളൂ
ഇതുപോലും അറിഞ്ഞുകൂടാ ഇവളുമാര് എന്നാ പഠിപ്പിക്കാനാ? എന്നാ നീ ഒന്ന് പറയേ, എന്താ ഈ സിന്ധു നദീതല സംസ്കാരം? അത് സിന്ധു എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ച് നദി കുളിക്കാൻ ഇറങ്ങിയപ്പോ സംസ്കാരമില്ലാത്ത ആരോ തടഞ്ഞെന്നോ തല്ല എന്നോ. അടുത്ത ആളെ വിളിക്കുന്നേ. മിണ്ടാതെ അവിടെ ഇരുന്നോണം. ചോദ്യങ്ങൾ ഇവിടെ വിവരമുള്ളവർ ചോദിച്ചോളും. ഹല നീ മാത്തച്ഛൻ കൊണ്ടുവാ, ഒരു ദിവസം ഞാനിതെടുത്ത് വെള്ളത്തിലിടും. ജയ, മാർക്കറ്റിൽ പെരുമാറുന്ന പോലെ ഇവിടെ പെരുമാറരുത്. യു ആർ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ്. തറവാട്ടുകാർക്ക് ചേരാത്തൊരു വേഷവും അവന്റെ ഒരു സംസാരവും. റബേക്ക, റബേക്ക. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഏതുവരെ പഠിച്ചു? MA B.Ed. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ന്യൂനതകളുണ്ട് എന്ന അഭിപ്രായമുണ്ടോ? പാഠ്യഭാരം കൂടുതലാണ്. സത്യത്തിൽ തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു. കുട്ടികളല്ലേ, ചിലപ്പോ തുമ്പികളെ പിടിച്ചെന്നോ കല്ലെടുപ്പിച്ചെന്നോ എന്നൊക്കെ വരും. അതൊക്കെ ഇത്ര കാര്യമാക്കാനുണ്ടോ കുട്ടി? ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? CV രാമൻ. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ആറ്റം എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? ഗ്രീക്ക്. ക്രിസ്തു സാധാരണ ജനങ്ങളോട് സംസാരിച്ചിരുന്ന ഭാഷ? അരാമിയ. അതൊരു മീന്റെ പേരല്ലയോ? വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്നതാ ഉദ്ദേശിക്കുന്നേ? സാംസ്കാരികമായി ചിന്തിക്കുക, പ്രവർത്തിക്കുക, സംസാരിക്കുക, ജീവിക്കുക. അതെന്റെ മുഖത്തോക്കി പറയുന്ന എന്നാത്തിനാ? ഉത്തരം മുട്ടിച്ചോണ്ടാന്നോ? എന്നാ ഒരെണ്ണം കൂടി ചോദിക്കാം. ഒരു പൂച്ചയുടെ മുമ്പിൽ ഒരു കഷ്ണം ഉണക്കമീനും ഒരു കഷ്ണം പച്ചമീനും വെക്കുന്നു. പൂച്ച ആദ്യം ഏത് മീൻ തിന്നും? ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ക്ഷമിക്കണം സർ, ഈ ജോലി എനിക്ക് വേണമെന്നില്ല. പെങ്കൊച്ചേ, you are appointed. ജാസ്മിൻ, ലില്ലി, റോസ്. തെറ്റിക്കാതെ എഴുതു മോനെ. മോൻ പറഞ്ഞേ. ലോട്ടസ്. പറഞ്ഞിട്ട് പടം നോക്കിയിരിക്കുന്നോടാ. ഇതണ്ടോളമ്മേ, മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. ഹിന്ദി പുസ്തകത്തിനകത്ത് മനീഷ കൊയ്രാളാ. റാണി, എന്നാത്തിനാടി നീ അവനെ വെറുതെ കരയിപ്പിക്കുന്നേ? പഠിക്കാനിരുന്നിട്ടേ അവൻ താണ്ടെ ഇതും നോക്കിയിരിക്കുവാ. ഓ, ഇതാണോ കാര്യം? പഠിക്കാൻ നേരത്തെ പഠിക്കണ്ടേ? ഇല്ലെങ്കിൽ നിന്റെ പപ്പയുടെ പോലെ മീൻ കച്ചവടം മതിയോ നിനക്കും? നിനക്ക് എവിടെ നടാ കിട്ടിയത്? പപ്പയുടെ പോക്കറ്റിൽ. എന്നതാടാ പോക്കറ്റിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞേ? കാശാന്നോ? അല്ല, ദേ ഇതാ. കുഞ്ഞ് കാണണ്ട. എന്നാ ചേച്ചി? ഒന്നുമില്ലെന്നേ. ഈ മീനച്ചാന്റെ പോക്കറ്റിലെ മേരളമ്മയ്ക്ക് പകരം മനീഷ കൊയ്രാളാ. നാണോ ഇല്ലല്ലോ മനുഷ്യ നിങ്ങക്ക്? അതെ, ചന്തയിലെ പിള്ളേർ പറ്റിച്ച പണിയാ. സീഫുഡേ, ഫോട്ടോ വേണ്ടായോ? അയ്യടാ, കുടുംബകലം ഉണ്ടാക്കിയല്ലോ തകർത്തു. റാണി, ജിബു, ഈ പിള്ളേർ എവിടെ പോയി കിടക്കുന്നു? തല്ലുകൂടരുത്, എല്ലാവർക്കും ഉണ്ട്. വഴക്കുണ്ടാക്കി ആദ്യം മേടിക്കും കേട്ടോ. റാണി, ചോക്ലേറ്റ് നീ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കും. മാഡം ആകെ പരിഭ്രമിച്ചിരിക്കുക. എന്നാ ലേറ്റ് ആയതിന്റെ ചൂടിലാ. അയ്യോ, ശരിക്കും സോപ്പിട്ടാലേ രക്ഷയുള്ളൂ കുട്ടൻ ചേ. ആളിങ്ങ എത്തിയല്ലോ. എത്തിയല്ലോ. ചേച്ചിയമ്മയുടെ അടുത്തോട്ട് ചെല്ലി കെട്ടിക്കോളും. എന്നാ കുഴപ്പാവോ? ചെല്ലി ചെല്ലി. എന്റെ മാതാവേ. പിന്നെ എന്നാക്കെ ഉണ്ട് ചേച്ചിയമ്മേ തേവക്കാട്ട് വിശേഷങ്ങള്? ഇതെന്നാ പോക്കേടാ പോയെ? ആകെ അങ്ങ് കരിവാളിച്ചല്ലോ നീ. അത് ഈ പുകയും പൊടിയൊക്കെ അടിച്ചിട്ടെ. ഈ ദൂരയാത്ര എന്ന് വേണ്ടെന്ന് പറഞ്ഞ കേക്കില്ല. തിരിച്ചെത്തുന്നത് വരെ മനുഷ്യന്റെ ഉള്ളിൽ തീയ. ചേച്ചിയമ്മ പേടിക്കാതെ, അങ്ങനെ ഒരു ആക്സിഡന്റിലും പെട്ട് കുട്ടപ്പായി തട്ടിപ്പോത്തൊന്നുമില്ല. വേണ്ടാദിനത്തിന് നാക്ക് വളച്ചെന്നാൽ അടി അങ്ങ് വെച്ചേരും കേട്ടോ. എന്നാ പറയുന്നതിന് ഒരു ലൈസൻസും ഇല്ല. ഇന്നലെ രാവിലെ എത്താന്ന് പറഞ്ഞു പോയതാ. എന്നിട്ട് വരുന്ന നേരോ എന്നാ ലേറ്റ് ആവുമെന്ന് വിളിച്ചു പറ. അതുമില്ല. എന്നാ ഇത് ചേച്ചിയമ്മ അവിടെ നിക്ക്, ഞാൻ ലേറ്റ് ആയതിന്റെ കാര്യം. എനിക്കൊന്നും കേക്കണ്ട. അമ്മേ. അതേടാ, അമ്മ തന്നെയാ. ഞാൻ ഇവിടെ വന്ന് കയറുമ്പോ നിനക്ക് 5 വയസ്സാ. അമ്മയായിട്ട് തന്നെ നിന്നെ ഞാൻ വളർത്തിയേ. നിന്റെ കാര്യത്തില് ഒരമ്മയുടെ ആദ്യ അങ്കലാപ്പും ഒക്കെ ഉണ്ടാവും എനിക്ക്. ചേട്ടാ, അതിനിപ്പോ എന്നെ ഇവിടെ ഉണ്ടായേ? ഇന്നലെ ഇങ്ങ് എത്തണ്ടായിരുന്നെ. വരുന്ന വഴിക്ക് ആ കുരുത്തം കെട്ട വാസുവിന് ഒടുക്കത്തെ പനിയും ഛർദിയും. പിന്നെ കാണുന്നിടത്തെല്ലാം നിർത്തി ഇളനീര് വെട്ടിയും ഒരു കണക്കിന് എത്തിച്ചു. ഇപ്പതേ ഇച്ചായന്റെ ആശുപത്രി കൊണ്ടുപോയി തട്ടിയേച്ചു വന്നിരിക്കുക. എന്നതാണ് കുട്ടപ്പായി, വല്ല കോളും ഉണ്ടോ? എന്നാ ബ്രാൻഡാ?
നല്ല ഗോതമ്പും ചോളവും ഇട്ട് വാറ്റിയെടുത്ത ആന്ത്രേറിയൻ. ഓ അതൊക്കെ ഞായറാഴ്ച മതി. ഇപ്പൊ നീ പോയി കുളിക്കേ. ഓ എന്നാടാ എന്റെ പെമ്പർന്നൂരിന്റെ മുഖത്തൊരു മഴക്കാറ്? ചാർജ് ചെയ്ത കേസ് രണ്ടാ. പറഞ്ഞ കണക്ക് തെറ്റിച്ച് ഒരു ദിവസം ലേറ്റ് ആയിട്ടുള്ള വരവും ആ വിവരം ഫോണിൽ അറിയിച്ചില്ലെന്നുള്ള അക്ഷന്തവ്യമായ തെറ്റും. അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ. നിനക്കൊന്ന് വിളിച്ചെന്തായിരുന്നു? ആട്ടെ, പോയി കുളിച്ചേച്ച് വല്ലതും കഴിക്കാൻ നോക്ക്. വലിയ മുതലാളി അപ്പം കമ്പനി പോയി. അപ്പൊ പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ടാവാം വീരസാഹസികമായ യാത്രാ വിവരണം. സൈലൻസ് സൈലൻസ്. എന്നതാ പിള്ളേരെ കിടന്ന് ബഹളം വയ്ക്കുന്നേ? ഈ പീരീഡിൽ എന്നാ സാറില്ലായോ? ഗുരുപത്നിയുടെ സുഖപ്രസവത്തിന് പ്രാർത്ഥിക്കാതെ ചുമ്മാ കിടന്ന് ബഹളം വയ്ക്കുവാണോ വേണ്ടത്? അതിര് കടന്ന് ബഹളം വെച്ച ബ്രേക്ക് ഇല്ലാത്ത ലോറി പോലെയാ. അത് അപകടം ഉണ്ടാക്കും. മനസ്സിലായോ? ആ ടീച്ചർ ഈ പീരീഡ് ഫ്രീ അല്ലേ? അതെ സർ. ആ 5D ഒന്ന് അറ്റൻഡ് ചെയ്തോളൂ. ശരി സർ. ചെക്ക് പോസ്റ്റേൽ വണ്ടി തടഞ്ഞാൽ നമ്മൾ എന്നാ കാണിക്കണ്ടേ? ലൈസൻസും RC ബുക്കും. അല്ല, 500 രൂപ. സൈലൻസ്. പുതിയ ടീച്ചറാ? ഏയ് മിസ്റ്റർ, നിങ്ങളോടാരാ ക്ലാസ്സിൽ കയറാൻ പറഞ്ഞത്? അല്ല, ഈ സാറുമാരില്ലാത്തതുകൊണ്ട് പിള്ളേരിങ്ങനെ ബഹളം വയ്ക്കുന്നത് കണ്ടപ്പോ എന്റെ വക ഒരു സ്പെഷ്യൽ ക്ലാസ്. ക്ലാസ് എടുക്കാൻ യോഗ്യതയുള്ളവർ ഇവിടെ വേറെ ഉണ്ട്. ഓരോരുത്തർക്ക് ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഓടിക്കാനും ചുമടെടുക്കാനും വന്നാ അതങ്ങ് ചെയ്താ മതി. വലിയ സാറാവാനൊന്നും നോക്കണ്ട. ഓ, സാറാവാനുള്ള ബുദ്ധിയൊന്നും ഇല്ല ടീച്ചറെ. ഇത്തിരി പോന്ന ഈ പീക്കിരി പിള്ളേരെ തറാപറാന്ന് പഠിപ്പിക്കാൻ ഏത് കോത്താഴത്തുകാരനെ കൊണ്ടും കഴിയും. പക്ഷെ ഒരു ചാ കരിയെടുത്ത് ടീച്ചറിന്റെ തലയിലോട്ട് വെച്ചെന്നാലുണ്ടല്ലോ, ഇക്കാണുന്ന പൊക്കം കൃത്യം 4 അടി കുറഞ്ഞ് വെറുതെ വികലാംഗയായി പോവേ ഉള്ളൂ. നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ? ഇതെന്താ ചന്തയാണെന്ന് കരുതിയോ? ഇതെന്നായി പറയുന്നേ? ചന്തയില് ബഹളം കൂട്ടുമ്പോ ഇതെന്നാടാ സ്കൂളാണോന്നാ ഞങ്ങൾ അവിടെ ചോദിക്കുന്നത്. ചന്തയെ കുറ്റം പറയാൻ നിക്കല്ലേ. ചന്തയിലെ മനുഷ്യർ ഇതേലും ഡീസന്റാ. അല്ല ടീച്ചറെ, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഇങ്ങനെ എഞ്ചിൻ ചൂടാവാൻ ഞാൻ എന്നാ കാണിച്ചു? പിള്ളേരോട് ക്ലാസ്സിൽ കയറി ഇച്ചിരി നേരം സംസാരിച്ച അത് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് അല്പം സംസ്കാരം വേണം. അതുണ്ടാവണമെങ്കിൽ സാമാന്യ വിദ്യാഭ്യാസം വേണം. ഇതൊന്നുമില്ലാത്ത തന്റെ തലയ്ക്ക് മുകളിൽ ചുമട് തന്നെ അലങ്കാരം. അയ്യോടാ, ഇതെന്നാ മുൻകോപാ? എന്റെ പിള്ളേരെ ഈ സ്വഭാവം ഒന്നും പഠിച്ചു വെച്ചേക്കല്ലേ. ജീവിതം ചുമ്മാ വെടി തീർന്നു പോവേ ഉള്ളൂ. തണുക്ക് ടീച്ചറെ, ഇല്ലെങ്കിൽ റേഡിയേറ്ററിലോട്ട് ഞാൻ വെള്ളം കോരി ഒഴിക്കുവേ. ആ ടീച്ചർ പെണ്ണ് മിടുക്കിതല്ല. അവള് നിന്നെ ഗെറ്റ് ഔട്ട് അടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മുടുക്കി. അവക്ക് ഒരു ഗിയർ കൂടുതലാ. കുട്ടപ്പായി, ഞാൻ ഇടപെടണോടാ. എന്റെ പൊന്നിച്ചായ നാറ്റിക്കൽ. ഓക്കെ, നല്ലൊരു രീതിയിൽ നടക്കുന്ന സ്ഥാപനമല്ലേ ഇത്. ചീട്ട് വലിക്കേണ്ട ഒരു വലിക്ക്. ഇല്ല, ഞാൻ എനിക്ക് പോവാ. മൂത്തവരിക്കുമ്പോ നീ ഭരിക്കാൻ നിക്കല്ലേ. അടങ്ങി അവിടെ ഇരി. നീ എന്നാത്തിനാ അവളെ വഴക്ക് പറയുന്നേ? അവള് ഭരിക്കട്ടടി. അവളല്ലയോ തേവക്കാട്ടെ ഝാൻസി റാണി. അതെ അതെ, അപ്പനെ അവളെ എങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നേ. അപ്പൊ ഓപ്പൻ എന്റേതാ. തുടങ്ങാലോ? ഓ മാതച്ച, ഇന്നലത്തെ പോലെ കള്ളക്കളി കളിച്ചാലുണ്ടല്ലോ ഞങ്ങൾ അങ്ങ് നിർത്തിച്ചു പോകും കേട്ടോ. വക്കീലേ, ഇന്നലത്തെ ഒരു 15 രൂപ 50 പൈസ ഇങ്ങോട്ട് വരാനുണ്ടേ. തന്നേക്കാ ചായ. അതിനും പലിശ കൂട്ടിയേക്കല്ലേ. കടം പറഞ്ഞുകൊണ്ടുള്ള ഏർപ്പാട് ഇന്ന് മുതൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. അത് നീ എനിക്കിട്ട് കൊള്ളിച്ചാന്നല്ലോടി. മടി നിറച്ച് കാശുമായിട്ടാ വന്നിരിക്കുന്നേ. മേബിൾ ഈ പെരുന്നാളിനെങ്കിലും വരുവോ കറിയാച്ച? ഏത് മേബിള്? ഓ, നിന്റെ ഭാര്യ വരുവോ? വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക വിടാൻ മേബിൾ ഇളമയ്ക്കും നാട് വിടാൻ ഡോക്ടർക്കും കഴിയില്ലെന്ന് വാശി വന്ന പിന്നെ എന്നാ ചെയ്യാനാ? ഇവിടെ എന്നാ കുറവുണ്ടായിട്ടാ? ആശുപത്രിയിലാഞ്ഞിട്ടാ? ഉള്ളത് പോരായെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് വേറൊന്നും കൂടെ പണിയാൻ പറയടാ. കുട്ടികളുടെ പഠിപ്പിന്റെ കാര്യം അവള് പറയുന്നേ. നാട്ടിൽ പഠിച്ചിട്ടാ ഞങ്ങളൊക്കെ ഇവിടം വരെ എത്തിയത്. എവിടം വരെ? മീൻചന്ത വരെ.